എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജുവൽ. പുതുപ്പള്ളി ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിലെ ഒരു കൂട്ടം പ്ലാന്റ്സിനെ സ്നേഹിക്കുന്ന കുട്ടികളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും നമ്മളുടെ വീട്ടിലൊരു ബേബി ഉണ്ടാവുകയാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലെ? അതെന്തുകൊണ്ടാ? അവരുടെ ഇങ്ങനെ ഘട്ടഘട്ടമായിട്ടുള്ള ഗ്രോത്ത് കാണാൻ തന്നെ നല്ല രസമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലൊരു ബേബി പ്ലാന്റോ അല്ലെങ്കിൽ ഒരു പ്ലാന്റ് നമ്മൾ ഇൻഡോർ ആയിട്ട് വെക്കുമ്പോൾ. അപ്പൊ അതിന്റെ ഗ്രോത്ത് കാണാൻ തന്നെ നല്ല രസമാണ് ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്ക്. അതായത് കുറച്ച് ലീഫുകൾ പുതിയതായിട്ട് വരുന്നു, അതുപോലെ തന്നെ പ്ലാന്റ്സിന് ഹൈറ്റ് വെക്കുന്നു, ലീഫുകളുടെ വലിപ്പം കൂടുന്നു. ഇപ്പൊ വെരിഗേഷൻസ് ഉള്ള പ്ലാന്റ്സ് ലീഫുകളൊക്കെ ആണെങ്കിൽ അതിന്റെ ആ വെരിഗേഷൻ നല്ല ക്ലിയർ ആയിട്ട് വരുന്നു. ഇതൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് നിങ്ങളുടെ ടേബിൾ ടോപ്പിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് റൂം ഉണ്ടെങ്കിൽ റൂമിലോ ഒരു പ്ലാന്റ് ഉണ്ടായിരിക്കണം. അതിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് ഫീലാണ്. ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, ഫോൺ ഒക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര ബിസി ആയിരിക്കും. ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഗെയിം അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ചാറ്റിങ് ഇങ്ങനെയൊക്കെ ആയിട്ട് പോകും. അതെല്ലാം ഒന്ന് നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്കൊന്ന് നേച്ചറുമായിട്ടൊന്ന് ഫ്രണ്ട്ലി ആയിട്ട് പോയാലോ? അപ്പൊ ഈ പ്ലാന്റ്സ് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ നമുക്ക് നേച്ചറുമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് പോകാനായിട്ട് പറ്റും. അത് കൂടാതെ തന്നെ വേറൊരു ഐഡിയയും കൂടി ഉണ്ട്. ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പൊ അച്ഛന്റെ അമ്മയുടെ, നിങ്ങളുടെ ബ്രദറിന്റെ, സിസ്റ്ററിന്റെ ഒക്കെ നെയ്ബറുടെയോ ഒക്കെ ഒരു ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഗിഫ്റ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ അച്ഛന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് നമ്മൾ ക്യാഷ് വാങ്ങിച്ചിട്ട് ഗിഫ്റ്റ് വാങ്ങിക്കും അല്ലെ? അതല്ലാതെ നിങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്ത നിങ്ങൾ വെച്ചിരിക്കുന്ന പ്ലാന്റ്സിൽ നിന്ന് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് പ്ലാന്റുകൾ മാറ്റി വെച്ച് ആ പ്ലാന്റിനെ നമുക്കൊന്ന് ഗിഫ്റ്റ് ചെയ്താലോ? നല്ലൊരു ഐഡിയ അല്ലേ? അതുപോലെ തന്നെ നമുക്ക് ഈ പ്ലാന്റ് വെക്കാൻ വേണ്ടിയുള്ള പോട്ടുകൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മള് ഇപ്പൊ പ്ലാസ്റ്റിക് സാധനങ്ങളുടെ ഉപയോഗം കൂടുതലാണെങ്കിലും അത് ഡിസ്പോസ് ചെയ്യാനായിട്ട് നമുക്ക് വഴികളില്ല. അപ്പൊ അതിനെ നമുക്ക് റീയൂസ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഇപ്പൊ ഒരു പ്ലാസ്റ്റിക് നോർമൽ വാട്ടർ ബോട്ടിലാണെങ്കിൽ അതിന്റെ ടോപ്പ് കട്ട് ചെയ്ത് അതിന്റെ മുകളിലൂടെ നമുക്കൊരു ജൂട്ടിന്റെ ത്രെഡോ അല്ലെങ്കിൽ കളർഫുൾ ആയിട്ടുള്ള ത്രെഡൊക്കെ ചുറ്റി അല്ലെങ്കിൽ പോപ്സ്റ്റിക്കിൾസ് ഒട്ടിച്ച് ഒക്കെ നമുക്ക് പുതിയ പോട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ പോട്ടിനകത്ത് നമ്മൾ ചെയ്തെടുത്ത ഒരു പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത ഒരു പ്ലാന്റ് ഗിഫ്റ്റ് ചെയ്താലോ? അപ്പൊ ഗിഫ്റ്റ് കിട്ടുന്നവർക്കും ഭയങ്കര ഹാപ്പിയാവും. അവരുടെ അപ്രീസിയേഷൻ നമ്മളെ കുറെ കൂടെ കോൺഫിഡൻസിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പോൾ പല വഴികളിലൂടെയാണ് നമ്മൾക്ക് ഈ പ്ലാന്റ്സ് വളർത്തുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇൻഡോർ വെക്കുന്നത് കൊണ്ട് നമുക്കൊരു ഓർണമെന്റൽ പ്ലാന്റ് എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് വരുന്നത് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പോസിറ്റീവ് ഫീല് തരുന്ന കുറെ പ്ലാന്റ്സുകൾ നമുക്കുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്നും അതുപോലെ തന്നെ കോസ്റ്റ് കുറഞ്ഞ് നമുക്ക് ഇൻഡോർ ആയിട്ട് ഈസി ആയിട്ട് കേരളത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്നും ഒക്കെയുള്ളത് ഈ വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് പീസ് ലില്ലി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് വൈറ്റ് ഫ്ലവേഴ്സ് വരും. ഇതിനിടയ്ക്ക് ഇങ്ങനെ സ്റ്റിക്കായിട്ട് വന്നിട്ട് വൈറ്റ് ഫ്ലവേഴ്സ് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എനിക്ക് സാധാരണ 1-2 ഫ്ലവേഴ്സ് ഒക്കെ വരാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു ഫ്ലവറും ഇല്ല. പുതിയ ലീഫൊക്കെ വരുന്നുണ്ട്. അതായത് പുതിയ ഫ്ലവർ വരാൻ ടൈമായി എന്നുള്ളതാണ്. ഈസി ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എളുപ്പമായിട്ടുള്ള പ്ലാന്റ് ആണിത്. ഇതിനാകെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മണ്ണിന് നനവുണ്ടായിരിക്കണം, ബ്രൈറ്റ് പ്ലേസസിലായിരിക്കണം. പക്ഷെ ഡയറക്റ്റ് സൺലൈറ്റ് ഒരിക്കലും കൊടുക്കരുത്. കുറച്ച് ഷെയ്ഡ് ഉണ്ടായിരിക്കണം ഇതിന്. അല്ലെങ്കിൽ അങ്ങനെ ബ്രൈറ്റ് ആയിട്ട് ഉള്ള പ്ലേസസിൽ ഡയറക്റ്റ് ലൈറ്റിലൊക്കെ വെക്കുമ്പോഴാണ് ഇതുപോലത്തെ ബ്ലാക്ക് കളറിലെ ലീവ്സുകളൊക്കെ വന്നു തുടങ്ങുന്നത്. ഇതും പീസ് ലില്ലിയുടെ തന്നെ ഒരു വെറൈറ്റിയാണ്. ഇതിനകത്തുനിന്ന് ഫ്ലവേഴ്സ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ? ഈ ലീഫിന് കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം വൈറ്റ് കളറിലെ ഇതിൽ നിന്നാണ് പൊങ്ങി വന്ന് ഫ്ലവറായി മാറുന്നത്. ഇപ്പൊ എന്റെ മുന്നിലിരിക്കുന്ന പ്ലാന്റ്സുകളുടെ പേര് സ്നേക് പ്ലാന്റ് എന്നാണ് ഇതിന്റെ പേര്. സ്നേക് പ്ലാന്റിന്റെ പല വെറൈറ്റീസ് ആണ് എന്റെ മുന്നിലിരിക്കുന്നത്. ഈ സ്നേക് പ്ലാന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രാത്രിയിൽ ഓക്സിജൻ പുറത്തേക്ക് വിടും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ബെഡ്റൂമിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്ലാന്റ് ആണിത്. ഇത് ലോ ലൈറ്റിലും നല്ല ബ്രൈറ്റ് ലൈറ്റിലും ഒരുപോലെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത്. പിന്നെ ഈ എന്റെ മുന്നിലിരിക്കുന്ന ഈ പ്ലാന്റ് ഇത് മൂൺ ഷൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്നേക് പ്ലാന്റ് ആണ്. പിന്നെ ഈ സ്നേക് പ്ലാന്റ് തന്നെ വേറൊരു വെറൈറ്റി ആണിത്. ഇതിന്റെ പേര് സാൻസവേരിയ സിലിണ്ടറിക്ക എന്നാണ് ഇതിന്റെ സയന്റിഫിക് നെയിം. ഇതും കണ്ടോ പുതിയ ലീഫ് വന്നത്
പഴയ ലീഫിനേക്കാൾ നല്ല ഹൈറ്റിലാണ് ഇത് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ട് അധികം വെള്ളമൊന്നും വേണ്ടാത്ത ഒരു പ്ലാന്റ് ആണ് ഇത്. പിന്നെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്, ഈ വെള്ളത്തിന്റെ ലെവൽ എങ്ങനെ അറിയും, നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടോ എന്ന്. കാരണം ടോപ്പ് സോയിൽ എപ്പോഴും ചിലപ്പോൾ ഡ്രൈ ആയിരിക്കും. അപ്പൊ അത് കണ്ടുകൊണ്ട് നമ്മൾ വീണ്ടും വെള്ളം ഒഴിക്കും, പക്ഷെ താഴത്തെ സോയിലിന് നനവുണ്ടായിരിക്കും. അപ്പൊ അത് അറിയാൻ വേണ്ടി എനിക്ക് ഐക്യ എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് ഞാൻ വാങ്ങിയതാണിത്. ഇതിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ സോയിൽ മോയിസ്റ്റ് മീറ്റർ ആണിത്. ഈ ഐറ്റം ഇതാ നമ്മൾ ഓൺ ആക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് പുറമേ ഉള്ള ഭാഗത്ത് നിൽക്കുമ്പോഴത്തേക്ക് ഇതാ ബ്ലൂ ലൈറ്റ് കത്തും. പക്ഷെ സോയിലിനകത്തേക്ക് നമുക്ക് മണ്ണിന്റെ മോയിസ്റ്റ് അറിയാൻ വേണ്ടിയാണ്. ഇത് താഴേക്ക് കുത്തി ഇറക്കി കഴിയുമ്പോൾ ഇതാ കണ്ടോ, ഈ പ്ലാന്റിന്റെ സോയിലിന് വെള്ളം കുറവാണെങ്കിൽ ലൈറ്റ് കത്തും, വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈറ്റ് കത്താ. ഇപ്പൊ ഇതിന് ഇടയ്ക്ക് ലൈറ്റ് കത്തുന്നുണ്ടായിരുന്നു. അപ്പം ഇതിന്റെ താഴത്തെ സോയിലിന് നനവില്ല എന്നാണ് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കുക. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുൻപ് ചെയ്തുകൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ വിരല് മണ്ണിനകത്തേക്ക് താത്തു നോക്കും. അപ്പോഴത്തേക്ക് അതിന് നനവുണ്ടെങ്കിൽ അതിനനുസരിച്ചായിരുന്നു വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല. കാരണം വലിയ പോട്ടുകളിലൊക്കെ നമ്മൾ എത്രത്തോളം നമുക്ക് നോക്കി അത് തീരുമാനിക്കാൻ പറ്റും. അപ്പൊ അത് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. മാർക്കറ്റിൽ ഇത് അവൈലബിൾ ആണ്. ഈ പ്ലാന്റ് ആണ് ഇംഗ്ലീഷ് ഐവി. ഈ പ്ലാന്റ് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ക്ലൈംബ് ചെയ്ത് കയറ്റി വിടാനും പറ്റും. ഇതിന് ഇതുപോലെ തന്നെ വളരെ കെയർ കുറവ് മതി. പക്ഷെ എന്നാലും മണ്ണിന് എപ്പോഴും ഒരു നനവുണ്ടായിരിക്കണം. ഇത് ഒരിക്കലും ഡ്രൈ ആകരുത്. ടോപ്പ് സോയിലാണെങ്കിലും താഴെയുള്ള സോയിലാണെങ്കിലും ഡ്രെയിനേജ് ഹോള് മസ്റ്റായിട്ട് അത്യാവശ്യമാണ് ഈ പ്ലാന്റിന്. അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള അളവിൽ മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പം ദേ കണ്ടോ, ഈ പ്ലാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പുതിയ പുതിയ ലീഫുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിന് ഫ്ലവർ ഒന്നും വരത്തില്ല. ഈ പ്ലാന്റിന്റെ പേരാണ് അംബ്രല്ല പ്ലാന്റ്. ഈ അംബ്രല്ല പ്ലാന്റിന് തന്നെ പല വെരിഗേഷൻസും ഉള്ള പ്ലാന്റുകളുണ്ട്. അതായത് ലീഫിന്റെ ഡിസൈൻസിന് തന്നെ ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനുമായിട്ട് മിക്സ് ഉള്ളതും ഒക്കെയുണ്ട്. അപ്പം ഇതിന് ലോ ലൈറ്റിലും ഡാർക്ക് ലൈറ്റിലും ഇത് സെയിം ഒരേപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു പ്ലാന്റ് ആണിത്. അപ്പൊ ലോ ലൈറ്റിന്റെ പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് വെക്കാതെ ചെറുതായിട്ട് തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് ലോ ലൈറ്റിൽ വെച്ചാൽ മതി. അതേസമയം നമുക്ക് ഹൈറ്റ് കൂടണം, പെട്ടെന്ന് തന്നെ ഇത് വളർച്ച വേണമെന്ന് വിചാരിച്ചാൽ നമ്മൾ ബ്രൈറ്റ് ലൈറ്റിലേക്ക് ഈ പ്ലാന്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റ് പ്ലേസസിൽ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് പുതിയ ലീഫുകൾ വരും, പുതിയ ബ്രാഞ്ചസ് വരും, അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞാൻ ഈ പ്ലാന്റ് വെച്ചിരിക്കുന്നത് ബ്രൈറ്റ് പ്ലേസസിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം വാങ്ങുമ്പോൾ ഒരു 3 years ആയി ഈ പ്ലാന്റ് വാങ്ങിയിട്ട്. ഇതിന്റെ ഹൈറ്റ് ഇത്രയും ഹൈറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ താഴെ ആ ഭാഗത്തുനിന്ന് തന്നെ പുതിയ ബ്രാഞ്ചസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പുതിയ ലീഫുകൾ താഴെ ബ്രാഞ്ചസ് വന്നു കണ്ടുണ്ട്. ഇതിനിടയ്ക്കെല്ലാം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, നല്ല ചെറിയ ചെറിയ ലീഫുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന പ്ലേസിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ബുഷിയായിട്ട് ഹൈറ്റിൽ പ്ലാന്റ് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിന്റെ വെള്ളത്തിന്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ 1 ഞാൻ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇതാണ് CC പ്ലാന്റ് എന്ന് പറഞ്ഞ പ്ലാന്റ്. ഇതിന് കെയർ വളരെ കുറച്ച് മതി. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇതിന്റെ താഴെയായിട്ട് ഇതിന്റെ റൂട്ടില് ഒരു കിഴങ്ങുണ്ട്. ആ കിഴങ്ങിനകത്താണ്, അതിന്റെ പേര് റൈസോം എന്നാണ്. അതിന്റെ താഴെ അതിനകത്താണ് അവർക്ക് ആവശ്യമുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പിന്നെ ഇത് ലോ ലൈറ്റിലും ബ്രൈറ്റ് ലൈറ്റിലും ഒരുപോലെ തന്നെ വളരുന്ന ഒരു പ്ലാന്റ് ആണ്. ഡയറക്റ്റ് സൺലൈറ്റ് ഇതിന് ആവശ്യമില്ല. അത് പെട്ടെന്ന് ഇലയൊക്കെ അതിന്റെ ചീത്തയായിട്ട് പോകാൻ തുടങ്ങും. ഇത് ലോ ലൈറ്റ് വെച്ചാലും ഒരു കുഴപ്പവും ഇല്ല. ഞങ്ങളുടെ ഫസ്റ്റ് പ്ലാന്റ് ആണിത്. ഇതിന്റെ പേരാണ് ഡ്രക്കൈന ഫ്രാഗ്രൻസ് എന്ന് പറയും. പേര് കേട്ടെന്ന് ഞെട്ടൊന്നും വേണ്ട. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് വാങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞ് 3 ഇങ്ങനെ ലെങ്ത് കയറി ഇറങ്ങിയുള്ള ലെങ്തിലുള്ള 3 കുറ്റിയില് ലീഫ് വന്നു തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് 12 വർഷത്തിൽ മുകളിലായി ഈ പ്ലാന്റ് വാങ്ങിയിട്ട്. ഇത് വളർന്ന് നമ്മുടെ റൂഫില് അത് വന്ന് മുട്ടി നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു 3 വർഷം മുമ്പ് ഇതിൽ നിന്ന് വൈറ്റ് ഫ്ലവേഴ്സ് ഉണ്ടായി. ഒരു ക്രിസ്മസ് ടൈമൊക്കെ ആയപ്പോഴായിരുന്നു.
ആ ടൈമിലെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മെല്ലായിരിക്കും. രാത്രി ആയിരിക്കുമ്പോൾ നല്ല സ്മെല്ലാണ്. വീടിനകം മുഴുവൻ നല്ലൊരു പെർഫ്യൂം ഒന്നും അടിച്ചാലൊന്നും ശരിയാവില്ല. റൂം ഫ്രഷ്നറിനേക്കാൾ നല്ല സ്മെല്ല്. അങ്ങനെ ജാസ്മിന്റെ കളറിൽ നല്ല രസമായിരുന്നു ആ ഫ്ലവർ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഇതിനു മുമ്പുള്ള ഫ്ലാറ്റിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്ന ആ സമയത്ത്. അപ്പം ഈ ഫ്ലാറ്റിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് കൊണ്ടുവരാനായിട്ടും പിന്നെ അതിന്റെ ലീഫില് പൊടി തുടയ്ക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര പാടായിരുന്നു. അപ്പൊ റൂഫിൽ ഇങ്ങനെ മുട്ടി നിൽക്കുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നത് കൊണ്ട് ഞങ്ങളത് കട്ട് ചെയ്തിട്ട് ഞങ്ങൾ താഴെ ഇങ്ങനെ കുത്തിവെച്ച് കൊടുത്തു. ആ താഴെ കുത്തിവെച്ച് കൊടുക്കുമ്പോഴും ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു ആ സ്റ്റിക്ക് കുത്തി വെക്കുമ്പോൾ വളരുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷെ അതിൽ നിന്നും ലീഫ് നല്ല രീതിയിൽ വളരുന്നുണ്ട്. അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ട് ഇത് വരുന്നുണ്ട്. ഇത് ലോ ലൈറ്റിൽ വളരുന്ന ഒരു പ്ലാന്റ് ആണിത്. സ്പേഷ്യസ് ആയിട്ടുള്ള റൂമിലാണെങ്കിൽ ഈ പ്ലാന്റ് നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും. മിക്ക ഓഫീസുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ഇത്. ഇത് ഞങ്ങളൊരു ഫിലാഡെൻഡ്രോൺ സ്കാൻഡൻ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. ഇതിനെ ഫിലാഡെൻഡ്രോൺ ഹാർട്ട് ലീഫ് എന്നും പറയും. കാരണം ഇതിന്റെ പ്ലാന്റിലെ ലീഫ് കണ്ടോ, ഇത് നല്ല ഹാർട്ടിന്റെ ഷേപ്പിലുള്ള ലീഫ് ആയതുകൊണ്ടാണ് ഇതിനെ പറയുന്നത്, ഈ പേര് പറയുന്നത്. നമ്മുടെ പോത്തോസിന്റെ വെറൈറ്റി ആണോ എന്നൊക്കെ എല്ലാവർക്കും ഒരു ഡൗട്ട് തോന്നും. കാരണം നമ്മുടെ മണി പ്ലാന്റിന്റെ ഒക്കെ ആ ലീഫിന്റെ ഷേപ്പ് പോലെ തന്നെ തോന്നുന്നില്ലേ? പക്ഷെ അല്ല, ഇത് ഫിലാഡെൻഡ്രോന്റെ തന്നെ വെറൈറ്റി ആണ്. ഈ പ്ലാന്റിനെ കെയർ ചെയ്യാൻ വളരെ ഈസിയാണ്. ഞാനൊരു 2.5 വർഷമായി ഈ പ്ലാന്റ് വാങ്ങിയിട്ട്. ഈ സ്റ്റിക്കിന്റെ ഇവിടുന്ന് ഇങ്ങനെ പ്ലാന്റ് ഇങ്ങനെ പടർന്ന് കയറാൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പെട്ടെന്ന് തന്നെ അത് ബ്രാഞ്ചസ് ഒക്കെ വന്നു തുടങ്ങി. ഇതിലെല്ലാം ഈ റൂട്ടുണ്ട്. ഈ പോത്തോസ് മണി പ്ലാന്റ് എന്നൊക്കെ എടുക്കത്തില്ലേ, അതുപോലെ തന്നെ ഇതും ചെയ്തെടുക്കാൻ പറ്റും. ആഴ്ചയിൽ 1 വെള്ളം ഒഴിക്കാറേ ഉള്ളൂ ഞാൻ. പിന്നെ ഇത് ബ്രൈറ്റ് പ്ലേസസിലായിരിക്കണം വെക്കുന്നത്. പക്ഷെ ഡയറക്റ്റ് സൺലൈറ്റ് ഇതിന് ആവശ്യമില്ല. ഇത് ആദ്യം ഞാൻ വെക്കുമ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇതിന് ബ്രാഞ്ചസ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുപോലത്തെ ക്ലിപ്പ് വെച്ചിട്ട് ഇതിനെ ഈ ബ്രാഞ്ചസ് ഞാൻ പടർത്തി വിട്ടു. അത് കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് തന്നെ അത് പല പ്ലേസിലേക്ക് ഇങ്ങനെ പടർന്നു പോകുന്നുണ്ട്. നല്ലൊരു വീടിനകത്ത് തന്നെ നല്ലൊരു ഗ്രീനറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇതുപോലുള്ള പ്ലാന്റ്സുകൾ നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഫസ്റ്റ് ആയിട്ട് കാണിക്കാൻ പോകുന്നത് പെപ്രോമിയയുടെ ഒരു വെറൈറ്റിയാണ്. ഇതിന്റെ പേര് പെപ്രോമിയ പോളിബോട്രിയ എന്ന് പറയും. ഇതിനെ പെപ്രോമിയയുടെ റെയിൻ ഡ്രോപ്പ് എന്നും പേര് പറയും. ഈ റെയിൻ ഡ്രോപ്പ് എന്ന പേര് പറയാൻ കാര്യം ഇതിന്റെ ലീഫിന്റെ ഈ ഷേപ്പാണ് ഒരു റെയിൻ ഡ്രോപ്പ് പോലെ ഇല്ലേ, അതുകൊണ്ടാണ് ഇതിന് ആ പേര് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിന്റെ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗ് ലൈറ്റ് കിട്ടുന്ന രീതിയിൽ വിൻഡോ സൈഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഹാപ്പി ആയിട്ട് വളരും. ഡയറക്റ്റ് ലൈറ്റ് വേണ്ട, പക്ഷെ ബ്രൈറ്റ് പ്ലേസ് ഇതിന് ഹാപ്പി ആയിരിക്കും. പിന്നെ ബ്രൈറ്റ് ലൈറ്റോ ഷെയ്ഡ് ആയിട്ടുള്ള ലൈറ്റിലായാലും കുഴപ്പമില്ല. ഫിൽറ്റർ ചെയ്ത് വരുന്ന ലൈറ്റേ കൊടുക്കാവുള്ളൂ. ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ഇതിന് വേണ്ട. പിന്നെ ഇതിന്റെ വെള്ളത്തിന്റെ അളവ് ടോപ്പ് സോയിൽ ഡ്രൈ ആയി തുടങ്ങുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിന് യൂസ് ചെയ്യുന്ന പോട്ടിന് ഡ്രെയിനേജ് വോളും മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. പിന്നെ ഇത് വാം ആയിട്ടുള്ള പ്ലേസസിലാണ് ഇത് കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അതിന് നോർമൽ റൂം ടെമ്പറേച്ചർ ഒക്കെ ഓക്കെ ആയിട്ടാണ് കാണുന്നത്. പിന്നെ ഇതിന് അധികം തട്ടുമുട്ടും കിട്ടാത്ത സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്യുന്നതാണ് ഇത് നല്ലത്. കാരണം ഇതിന്റെ ലീഫിനും തണ്ടിനും വളരെ കനക്കുറവാണ്. അപ്പൊ അത് പെട്ടെന്ന് ഡാമേജ് വരാനും അതിന്റെ ലീഫ് നശിച്ചു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. കുറച്ച് കെയർ അത്യാവശ്യമുള്ള ഒരു പ്ലാന്റ് തന്നെയാണിത്. ഇത് നല്ലൊരു, ശരിക്കും പറഞ്ഞാൽ നല്ല ഓർണമെന്റഡ് പ്ലാന്റ് ആയിട്ട്, നമുക്ക് നല്ലൊരു ഇന്റീരിയർ ഡിസൈനിന് പറ്റുന്ന ഒരു പ്ലാന്റ് ആയിട്ട് എവിടെ വേണ്ടി പ്ലേസ് ചെയ്താൽ നല്ല അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ പ്ലാന്റിനെ കുറിച്ച് പറയാനുള്ളത്. ഈ പ്ലാന്റിന്റെ പേര് അലക്കേഷ്യ പോളി എന്നാണ്. ഇത് എലിഫന്റ് ഇയേഴ്സ് എന്നും പറയും. ഇതിന്റെ ഷേപ്പ് കണ്ടോ, ആ ലീഫിന്റെ ഷേപ്പ് വെച്ചിട്ടാണ് ആ പേര് വന്നിരിക്കുന്നത്. ഇത് നോർമലി ഫോറസ്റ്റുകളിലൊക്കെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ വളരുന്ന ഒരു പ്ലാന്റ് ആണിത്. പക്ഷെ ഇതിന് ഡയറക്റ്റ് ലൈറ്റിൽ കൊടുക്കരുത്. ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല. പക്ഷെ ബ്രൈറ്റ് പ്ലേസസിലും ഷെയ്ഡഡ് പ്ലേസസിലും ഒരുപോലെ തന്നെ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വളരുന്ന പ്ലാന്റ് ആണിത്. ഇതിന് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇതിന്റെ പോട്ടിനും ഡ്രെയിനേജ് ഹോള് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. പിന്നെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല തിക്കായിട്ടുള്ള ഫ്ലഷി ആയിട്ടുള്ള ഇതിന്റെ തണ്ടുകളും ഒക്കെ ആയതുകൊണ്ട് അങ്ങനെയുള്ള പ്ലാന്റ്സുകൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇതിൽ ചെറിയ ഇൻസെക്ട്സ് വന്ന് ഇതിനെ കേട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ അതല്ല എന്നുണ്ടെങ്കിൽ ബാക്കി ഹെൽത്തി ആയിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണിത്. ഈ പ്ലാന്റിന്റെ പേരാണ് മോൺസ്റ്റെറ അഡൻസോണി. ഇത്
ക്ലൈംബ് ചെയ്ത് നമുക്ക് കയറ്റിവിടുകയും ചെയ്യാം. പിന്നെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. മോൺസ്റ്ററാടെ തന്നെ ചെറിയ ലീഫോട് കൂടിയ പ്ലാന്റ് ആണിത്. പിന്നെ ഇതിന്റെ കെയർ എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത്. ഇതിന് ബ്രൈറ്റ് ആയിട്ടുള്ള പ്ലേസസിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഹാപ്പി ആയിട്ട് കാണാറുണ്ട്. ലോ ലൈറ്റിൽ വെക്കുമ്പോൾ ഇതിന്റെ ഇലയൊക്കെ ഒന്ന് മഞ്ഞിച്ച് ഇത് പൊഴിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇതിന്റെ സോയിലിന്റെ നനവെന്ന് പറഞ്ഞാൽ ഒരു 75% ഡ്രൈ ആയതിനു ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. ഇതും നല്ലൊരു ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ട് നമുക്ക് വീടുകളിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഈ പ്ലാന്റിന്റെ പേരാണ് വാട്ടർമെലൺ പെപ്പറോമിയ. പെപ്പറോമിയയുടെ തന്നെ ഒരു വെറൈറ്റിയിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണിത്. ഇത് വാട്ടർമെലൺ എന്നുള്ള പേര് വന്നിരിക്കുന്നത് ഇതിലെ ലീഫിലെ ഡിസൈൻ കണ്ടോ, ഈ ഡിസൈൻ വെച്ചിട്ടാണ് ഇതിന്റെ പേര് ഇങ്ങനെ വന്നിരിക്കുന്നത്. അല്ലാതെ വാട്ടർമെലനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ ഈ പ്ലാന്റിന്റെ കെയർ എന്ന് പറഞ്ഞാൽ ഇത് ബ്രൈറ്റ് ആയിട്ടുള്ള പ്ലേസ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് സൗത്ത് അമേരിക്കൻ റെയിൻ ഫോറസ്റ്റുകളിലൊക്കെ കാണുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിന് കുറച്ച് ഈർപ്പം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണിത്. ഒന്നുകിൽ ഇതിലെ ലീഫിലേക്കോ പ്ലാന്റിലേക്കോ ഇടയ്ക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഇതിന് ഇഷ്ടമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴത്തെ ഇതുപോലത്തെയുള്ള ട്രേക്കകത്ത് വെള്ളം നിറച്ച് പെബിൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിൽ പോട്ട് വെച്ച് കഴിഞ്ഞാലും ഇത് നല്ല ഹാപ്പി ആയിട്ടിരിക്കും. പിന്നെ ഇതിന് വെള്ളം ആവശ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിന്റെ ലീഫും തണ്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ താന്ന് കിടക്കും. അപ്പൊ ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതിന്റെ തണ്ടിന് ഭയങ്കര തിന്നായിട്ടിരിക്കും. ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാം ഇതിന് ആവശ്യത്തിനുള്ള വെള്ളമില്ല, നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാറായിരുന്നു. ഇതിന്റെ ഇല കട്ട് ചെയ്താല് മണ്ണിനകത്ത് വെച്ച് കഴിഞ്ഞാൽ കുറെ നാളുകൾക്ക് കഴിയുമ്പോഴത്തേക്ക് പുതിയ പ്ലാന്റ്സ് ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാനായിട്ടും പറ്റും. അപ്പൊ ഇത്രയൊക്കെയാണ്. ഇതിന് കുറച്ച് കെയർ കൂടുതൽ വേണ്ട ഒരു പ്ലാന്റ് ആണ്. നമ്മുടെ കണ്ണ് എപ്പോഴും ഈ പ്ലാന്റിൽ ഉണ്ടായിരിക്കണമെന്ന് തന്നെ പറയാം. പക്ഷെ നല്ലൊരു ഓർണമെന്റൽ പ്ലാന്റ് ആണിത്. ഈ പ്ലാന്റിന്റെ പേരാണ് ഫിലോഡെൻഡ്രോൺ ബ്രേസിൽ. ഈ പ്ലാന്റ് നല്ല വാം ആയിട്ടുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള പ്ലേസ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണ്. എങ്കിലേ ഈ പ്ലാന്റിന്റെ ലീഫിലുള്ള ഈ വെരിഗേഷൻസ് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ലോ ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഡാർക്ക് ഗ്രീൻ ആയിട്ട് മാറും. പക്ഷെ ഈ ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനുമായിട്ടുള്ള ഡിസൈൻ ഒന്നും വരത്തില്ല. അപ്പൊ നല്ല വാം ആയിട്ടുള്ള പ്ലേസിൽ വെക്കുമ്പോൾ വലിയ ലീഫും വരും, നല്ല വെരിഗേഷൻസ് നല്ല ക്ലിയർ ആയിട്ട് കാണാനും പറ്റും. പിന്നെ ഇതിന്റെ സോയിലിലെ നനവെന്ന് പറഞ്ഞാൽ 50% സോയിൽ ഡ്രൈ ആയതിനു ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. വളരെ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത്. പിന്നെ ഇതിന്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ തണ്ടിൽ നിന്ന് റൂട്ട് വരുന്നുണ്ട്. ആ റൂട്ടിന്റെ അവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പുതിയ പ്ലാന്റ് ആക്കി പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ഈസിയാണ്. അപ്പൊ നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നമുക്കിത് വെച്ച് കഴിഞ്ഞാൽ വീടിന് നല്ലൊരു ഇന്റീരിയർ ഡെക്കറായിട്ട് മാറ്റാം. ഈ പ്ലാന്റിന്റെ പേരാണ് എമറാൾഡ് റിപ്പിൾ പെപ്പറോമിയ. ഇത് പെപ്പറോമിയയുടെ തന്നെ വേറൊരു വെറൈറ്റി ആണ്. ഇതിന് ക്രീം കളറോ ഒരു ഓഫ് വൈറ്റ് കളറിലെ ഫ്ലവർ തിന്നായിട്ടുള്ള സ്റ്റിക്ക് പോലത്തെ ഫ്ലവേഴ്സ് ഉണ്ടാവും. ഞാൻ വാങ്ങിയപ്പോൾ അതുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് അത് പോയതാണ്. പിന്നെ ഇത് ലോ ലൈറ്റ് അല്ലെങ്കിൽ കുറച്ച് ഷെയ്ഡഡ് ആയിട്ടുള്ള ലൈറ്റ് അഡാപ്റ്റ് ചെയ്യുന്നൊരു പ്ലാന്റ് ആണ്. ഇതിന് ഭയങ്കര ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല. പിന്നെ ഇതിന്റെ വെള്ളത്തിന്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് ഇൻ എ വീക്ക് ഒക്കെ ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. നമ്മുടെ റൂമിന്റെ ടെമ്പറേച്ചർ അനുസരിച്ച് പിന്നെ വെള്ളത്തിന്റെ നനവും ഒക്കെ നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഓവർ വാട്ടർ ചെയ്യരുത്. പിന്നെ ഇതില് പെസ്റ്റസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഇടയ്ക്ക്. അത്രയൊക്കെ ഉള്ളൂ ഇതിന്റെ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ലൊരു ഓർണമെന്റൽ പ്ലാന്റ് ആണിത്. ഈസി ആയിട്ട് നമുക്ക് കെയർ ചെയ്യാൻ പറ്റും. പക്ഷെ ബ്രൈറ്റ് ആയിട്ടുള്ള പ്ലേസിൽ വെക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത്രയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പ്ലാന്റ് നല്ല ഹാപ്പി ആയിട്ട് വളരും. ഈ പ്ലാന്റിന്റെ പേരാണ് കോറൽ ബെൽസ്. കോറൽ ബെൽസിനെ തന്നെ ഇതിന് സിൽവർ ബ്ലഷ് എന്നാണ് ഈ വെറൈറ്റിക്ക് പറയുന്നത്. അതായത് ഈ ലീഫിന്റെ ഡിസൈൻ വെച്ചിട്ടാണ് ആ പേര് പറയുന്നത്. പിന്നെ ഇതില് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത്. ഇത് ലോ ലൈറ്റിൽ വളരുന്ന ഒരു പ്ലാന്റ് ആണ്. വലിയ ബ്രൈറ്റ് ലൈറ്റ് ഡയറക്റ്റ് സൺലൈറ്റ് ഒന്നും കൊടുക്കരുത്. ഇതിന്റെ ലീഫ് അന്നേരത്തേക്ക് പെട്ടെന്ന് ചീത്തയായി തുടങ്ങും. പിന്നെ ഇത് വൺസ് ഇൻ എ വീക്ക് ഒക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. നല്ല ഹാപ്പി ആയിട്ട് വളരും. ഇത് കണ്ടോ, പുതിയ ലീഫൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ല ബുഷി ആയിട്ട് വളരുന്ന ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത്. ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. തണുപ്പുള്ള പ്രദേശങ്ങളിലൊക്കെ ഇവര് ഔട്ട്ഡോർ ഒക്കെ ഷെയ്ഡഡ് പ്ലേസിലൊക്കെ സൺലൈറ്റ് ഡയറക്റ്റ് കിട്ടാത്ത സ്ഥലങ്ങളിലൊക്കെ വെക്കാവുന്ന ഒരു പ്ലാന്റ് ആണിത്. ഈ പ്ലാന്റിന്റെ പേരാണ് അഗ്ലോനിമ. അഗ്ലോനിമയുടെ തന്നെ
പല വെറൈറ്റീസ് ഉണ്ട്. ഗ്രീൻ കളർ ലീഫോട് കൂടിയ പ്ലാന്റ്സുകൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പ്ലേസിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഹാപ്പി ആയിട്ട് അതിന്റെ ലീഫിനൊക്കെ ഡിസൈനൊക്കെ നല്ല രീതിയിൽ കാണും. അതേസമയം റെഡിഷ് കളർ, പർപ്പിൾ കളർ അങ്ങനെയുള്ള ഡിസൈനുള്ള ലീഫുകളാണെങ്കിൽ അതിനെ ലോ ലൈറ്റിൽ വെച്ചാൽ മതി. പിന്നെ ഇതിന്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ തണ്ട് കട്ട് ചെയ്തെടുത്ത് നമുക്ക് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പുതിയ പ്ലാന്റ് ആയി പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇത് എപ്പോഴും വാം ആയിട്ടുള്ള പക്ഷെ മോയിസ്റ്റ് ആയിട്ടുള്ള മണ്ണ് ഈർപ്പം ഉണ്ടാകേണ്ട ഒരു പ്ലാന്റ് ആണിത്. നല്ല ഭംഗിയായി നല്ല ബുഷിയായിട്ട് നമുക്കൊരു എന്താ പറയുക ടേബിൾ ടോപ്പിലോ അല്ലെങ്കിൽ സൈഡ് ടേബിളിലോ ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്ലാന്റ് ആണിത്. ഇത്രയാണ് ഇതിന്റെ കെയർ. ഈ പ്ലാന്റിന്റെ പേരാണ് അലക്കേഷ്യ സെബ്രീന. ഇതും അലക്കേഷ്യയുടെ തന്നെ നേരത്തെ കാണിച്ച എലിഫന്റ് ലീഫിന്റെ പോലെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. ഇതും ഫോറസ്റ്റുകളിലൊക്കെ കാണുന്ന അലക്കേഷ്യ വെറൈറ്റിയിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണിത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഇതിന്റെ തണ്ടിന്റെ കളർ കോമ്പിനേഷൻ കണ്ടോ, ഈ ബ്ലാക്ക് ഡിസൈൻ ഒക്കെ ഉള്ളത് കൊണ്ട് നല്ല ഭംഗിയായിരിക്കും വീടിനകത്ത്. പിന്നെ ഇതിന്റെ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ബ്രൈറ്റ് ലൈറ്റ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണ്. പക്ഷെ ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട. ഡയറക്റ്റ് സൺലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ലീഫിലൊക്കെ ഇങ്ങനെ മാർക്കുകൾ വരും, ബ്ലാക്ക് മാർക്കുകളൊക്കെ വരും. അപ്പൊ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇതിന് കേട് വരാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇൻസെക്ട്സുകൾ ഈ ഇതിന്റെ തണ്ടിലും ലീഫിന്റെ താഴെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അത് ഏത് ഇൻഡോർ പ്ലാന്റിനാണെങ്കിലും ചാൻസ് ഉണ്ട്. നമ്മൾ ഇടയ്ക്കൊക്കെ അതിന്റെ ലീഫും തണ്ടും ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വെള്ളത്തിന്റെ നനവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ 1 നനച്ചു കൊടുക്കുക. ഇതും ഫോറസ്റ്റുകളിൽ കാണുന്ന ഒരു അലക്കേഷ്യ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണിത്. നല്ല ഈസി ആയിട്ട് നമുക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല ഭംഗിയായിട്ട് വെക്കാൻ പറ്റും. ഫിൽറ്റേർഡ് ലൈറ്റ് ഇതിന് മതി, ഭയങ്കര ഡയറക്റ്റ് സൺലൈറ്റ് കൊടുക്കരുത്. ഇത്ര ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പ്ലാന്റ് നല്ല ഭംഗിയായി നമ്മുടെ വീട്ടിൽ നല്ലൊരു ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ട് വെക്കാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ്. കാണുമ്പോൾ തന്നെ നല്ലൊരു പ്ലസന്റ് ഫീൽ വരുന്നില്ലേ, നല്ല രസമല്ലേ ഇത് ലീഫിന്റെ ഡിസൈൻ കാണാനായിട്ട്. ഇത്രയൊക്കെയാണ് ഇതിനെ കുറിച്ച് എനിക്ക് പറയാം. ഈ പ്ലാന്റിന്റെ പേരാണ് ഫിലോഡോൺട്രോൺ ബെർക്കിൻ. ഇതൊരു വെറൈറ്റി പ്ലാന്റ് ആണ്. ഇതിന്റെ ലീഫിന്റെ ഡിസൈൻ കണ്ടോ, ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനുമായിട്ട് ഈ കാണുന്ന ഡിസൈൻ ശരിക്കും ഒരു 3D എഫക്റ്റിലാണ് ഇത് കാണുന്നത്. ഇതിങ്ങനെ വെരിഗേഷൻ നല്ല ക്ലിയർ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രൈറ്റ് ആയിട്ടുള്ള പ്ലേസിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് വളരും. പിന്നെ ഇതിന് വാം ആയിട്ടുള്ള പ്ലേസുകളാണ് കൂടുതലും ഹാപ്പി ആക്കി കൊടുക്കുന്നത്. പിന്നെ ഷെയ്ഡഡ് പ്ലേസിൽ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഡാർക്ക് ഗ്രീൻ മാത്രമേ കിട്ടത്തുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഷെയ്ഡ് പ്ലേസിലായിരുന്നു വെച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ ലീഫൊക്കെ ഇതുപോലെ വെരിഗേഷൻസ് അതിന്റെ ക്ലിയർ ആയിട്ട് കിട്ടാത്തത്. പിന്നെ ഇതിന്റെ തണ്ട് കട്ട് ചെയ്തെടുത്ത് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ വെള്ളത്തിന്റെ അളവ് ടോപ്പ് സോയിൽ ഡ്രൈ ആയി തുടങ്ങുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഡ്രെയിനേജ് ഹോള് ഈ പ്ലാന്റിന് ഉപയോഗിക്കുന്ന പോട്ടിന് ഡ്രെയിനേജ് ഹോള് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. പിന്നെ ഇതിന്റെ ഇലയിലൊക്കെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഇതിനെ നല്ല ഹാപ്പി ആക്കും, നല്ല ക്ലിയർ ആയിട്ട് അതിന്റെ വെരിഗേഷൻ കാണാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് നല്ലൊരു ഓർണമെന്റ്, നല്ലൊരു ഇതൊരു ഒരൊറ്റ പീസ് മതി വീടിനെ നല്ല ഡെക്കറേറ്റീവ് ആയിട്ട് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഈ പ്ലാന്റിനെ കുറിച്ച് ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ പ്ലാന്റിന്റെ പേരാണ് ഫിലോഡോൺട്രോൺ മൂൺലൈറ്റ്. ഇതിന്റെ ലീഫ് കണ്ടോ ഇത്ര ഭംഗിയായിരിക്കുന്നല്ലേ. ഇത് കുറച്ച് വർഷങ്ങളായി എൻ്റെ കയ്യിലായിട്ട്. ഇത് ശരിക്കും റെയിൻ ഫോറസ്റ്റുകളിലൊക്കെ ഇങ്ങനെ പടർന്നു കയറുന്ന സപ്പോർട്ടിങ് ആയിട്ടുള്ള മതിലുകളിലും അങ്ങനെയൊക്കെ വളരുന്ന ഒരു പ്ലാന്റ് ആണിത്. പക്ഷെ ഇത് ഒത്തിരി ഫാസ്റ്റ് ആയിട്ടൊന്നും വളരുന്നില്ലെങ്കിലും നല്ല ബുഷിയായിട്ട് നല്ലൊരു ഗ്രീനറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള പ്ലാന്റ്സുകൾ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിന് ബ്രൈറ്റ് പ്ലേസസ് ആണ് ഇതിന് ഇഷ്ടം. ഞാൻ എപ്പോഴും വിൻഡോ സൈഡിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോഴാണ് ഇതിന് പുതിയ ലീഫുകളൊക്കെ വന്ന് തുടങ്ങുന്നത്. പിന്നെ ഇതിന്റെ ഇലയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് തുടച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ടുള്ള നല്ല അടിപൊളി ഗ്രീൻ കളർ വന്ന് തുടങ്ങും. ഇതാ കണ്ട പുതിയ ലീഫ് വരുന്നുണ്ടോ, എപ്പോഴും എനിക്ക് നല്ല ലീഫുകളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. ഈ പ്ലാന്റിനെ കുറിച്ച് ഇതിന് ബ്രൈറ്റ് പ്ലേസ് ആണ് നല്ലത്. ആഴ്ചയിൽ 1 ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന്റെ ടോപ്പ് സോയിൽ ഒരു 50% വരെ ഡ്രൈ ആയതിനു ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. അപ്പം പ്ലാന്റ്സ് ഇതുവരെ വളർത്തിയിട്ടില്ലാത്തവരാണെങ്കിൽ പുതുതായിട്ട് വാങ്ങുക, അതിനെ വളർത്തുക. ഭയങ്കര സന്തോഷം കിട്ടും പ്ലാന്റ്സ് വളർത്തുമ്പോൾ. ശരിക്കും നല്ല രസമാണ്. അതിന് വരുന്ന പുതിയ ലീഫ് കാണുമ്പോഴേ, അതിന് വരുന്ന ഒരു പൂവുള്ള പ്ലാന്റ്സിന്റെ ആണെങ്കിൽ ചെറിയൊരു മുട്ട് വരുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം. കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അവരെ കെയർ ചെയ്ത് കുഞ്ഞുങ്ങളെ വളർത്തുന്ന പോലെ സ്നേഹിച്ച്
വളരെ സന്തോഷത്തോടുകൂടി നമുക്ക് വളർത്താൻ സാധിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.